എല്ലാം ಚೆನ್ನಾಗಿ ಬಂದೆ ಹೆಂಗಿದೆ? ಸ್ವಲ್ಪ ಮಿಕ್ಸ್ ಬೂಂದಿಗೆ ಇದೊಂದು ಮಾಡ್ಬೋದು. ಇದು ಚೆನ್ನಾಗಿದೆಲ್ಲ ಸ್ಟಾರು. ಇದು ಮೂರು ಬಿಡೋದು, ಮೂರನ್ನ ಬಿಟ್ಕೊಳ್ಳೋದು ಉದ್ದಕ್ಕೆ, ಅದನ್ನ ಜೋಡಿಸೋದು, ಜೋಡಿಸ್ಬಿಟ್ಟು ಟ್ರಯಾಂಗಲ್ ಕಟ್ ಮಾಡೋದು. ಅದು ಚೆನ್ನಾಗಿರೋದು ಡಿಸೈನ್. ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಎಲ್ಲ ಫಸ್ಟ್ ಇದಾಕಿ ಟೇಬಲ್ ನಲ್ಲಿ ಟೇಬಲ್ನಲ್ಲಿ ಹಾಕಿ ಆಮೇಲೆ ಫ್ರೈ ಹಾಕಿ. ಅಲ್ಲಾಂದ್ರೆ ಅದೇ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ಅಷ್ಟೇನು ಇಲ್ಲ, ಏನಿಲ್ಲ, ಅವಲಕ್ಕಿ ಇದು ಅವಲಕ್ಕಿ ಅಷ್ಟೇ. ಡ್ರೈ ಫ್ರೂಟ್ಸ್, ಡ್ರೈ ಫ್ರೂಟ್ಸ್ ಬೇಕಾದ್ರೆ ಡ್ರೈ ಫ್ರೂಟ್ಸ್, ದ್ರಾಕ್ಷಿ ಗೋಡಂಬಿ ಇಡಮ್ಮ. ಫ್ರಿಜ್ಜಲ್ಲಿ ತಗೊಂಡಿದ್ದ ಮಾಡ್ತಿದ್ರಾ? ಮುಂಜೆ ಇದು ಬೇಕಾ ಅದು ಬೇಕಾ ವಾಣಿ? ಇದೇ ಇರಲಿ ಸಾಕಾದು, ಇದರಲ್ಲಿ ಬರ್ತಾ ಅದು. ನೋಡಿ ನಮ್ಮ ಮನೇಲಿ ಇದೆ, ಈ ತರನೂ ಇದೆ, ಎರಡಿದೆ, ಇದೆ, ಸ್ಟೀಲ್ ಒಂದು ಇದೆ. ಎಲ್ಲಿಂದ ತಗೊಂಡ್ರದು ನೀವು? ಇಲ್ಲಿಂದ? ಕಾಯಿ ಮತ್ತೆ ಗೋಧಿ ಹಿಟ್ಟು ನಿಪ್ಪಟ್ಟು ತುಂಬಾ ಚೆನ್ನಾಗಿರುತ್ತೆ. ಹೌದಾ? സ്മൈൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ചേച്ചി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് സ്നാക്സ് ആയിട്ട് ഞാൻ ചക്ലി ഉണ്ടാക്കി തരാമെന്ന്. അതായത് മുറുക്ക്, നമ്മുടെ നാട്ടിൽ മുറുക്ക് എന്ന് പറയും, കർണാടകയിൽ ചക്ലി എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞ് ചക്ലി കഴിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് മുറുക്ക് കഴിക്കാനുള്ള ഭാഗ്യമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുറുക്ക് പീച്ചില്ല, പീച്ചണേൻ്റെ ചില്ല് കാണാനുണ്ടായിരുന്നില്ല. അമ്മൂമ്മ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചില്ല് തപ്പി കുറേ സമയം കളഞ്ഞു കേട്ടോ. അങ്ങനെ ചേച്ചി അവസാനം പറഞ്ഞു, ശരി അതില്ലെങ്കിൽ പോട്ടെ, ഞാൻ നിപ്പട്ട് ഉണ്ടാക്കി തരാമെന്ന്. നിപ്പട്ടും ഒരു കർമുറ സ്നാക്കാണ് കേട്ടോ, ഒരു കാര സ്നാക്കാണ്, കർണാടകയിലുള്ളൊരു സ്നാക്കാണ്. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് തന്നെ നിപ്പട്ട് വേണ്ട, മിക്സ്ചർ മതി, കാരണം മിക്സ്ചർ കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ വീട്ടിലെല്ലാവർക്കും മിക്സ്ചർ ഇഷ്ടമാണ്, അപ്പോൾ വൈകുന്നേരം ചായക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരി മിക്സ്ചറെങ്കിൽ മിക്സ്ചർ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുറുക്ക് കഴിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ ചേച്ചി മാവെല്ലാം കുഴച്ച് തുടങ്ങിയപ്പോൾ എന്താ ഗൈസ്, നമുക്ക് ചില്ല് കിട്ടി. അമ്മ എവിടെയൊക്കെയോ തപ്പിയിട്ട് കുറേ ഡപ്പകൾ നമ്മുടെ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മ ഏതോ ഒരു ഡപ്പ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില്ലുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മൂമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് മുറുക്ക് കഴിക്കാൻ. പക്ഷേ ചേച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ ഈ മാവ് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് വേറൊരു ദിവസം മുറുക്ക് ഉണ്ടാക്കാന്ന്. അമ്മൂമ്മയ്ക്ക് മിക്സ്ചറിനോട് ഒട്ടും താല്പര്യമില്ലെങ്കിലും മനസ്സോടെ ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ചേച്ചി കുറച്ച് കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ അജ്വൈൻ ഉണ്ടല്ലോ, അയ്മോദകം, അത് നല്ല രീതിയിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം ഒരു 15 മിനിറ്റ്. എന്നിട്ട് ആ വെള്ളം മാത്രം അരിച്ചെടുക്കുക നമ്മൾ ചെയ്യുക. ഇത് നല്ല രീതിയിൽ കുഴച്ചൊരു മാവാക്കിട്ടോ. മീൻ ടൈം അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടാവണം കേട്ടോ. ചൂടായതിനു ശേഷം ഇതുപോലെ നല്ല രീതിയിൽ പീച്ചി എടുക്കാവുന്നതാണ്. ആദ്യം എടുത്ത് ഈ സംഭവത്തിൽ പീച്ചാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മാത്രമല്ല അമ്മയും ട്രൈ ചെയ്തു. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ബലം കൊടുത്താൽ മാത്രമേ ഇത് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ ഇങ്ങനെ പീച്ചിട്ടാണ് മിക്സർ ആക്കിയത്. പക്ഷെ രണ്ടാമത്തെ ട്രിപ്പ് തൊട്ട് ഈ പീച്ചന സംഭവം മാറ്റി വെച്ചിട്ട് വേറൊരു ഗോൾഡൻ കളറിലുള്ളത് എടുത്തു കേട്ടോ. അതിങ്ങനെ ത്രെഡ് പോലെയാണ്. അപ്പോൾ നമ്മൾ പീച്ചി കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പീച്ചാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കുറേ മിക്സ്ചറാണ് ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് നല്ലൊരു 1.5 പൊള്ള് കിട്ടിയിട്ടോ. കൈ നല്ല അടിപൊളിയായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അത്യാവശ്യം എരിയുന്നും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എന്താ പറയുക, മിക്സ്ചർ ഉണ്ടാക്കുന്ന ആ ഒരു ത്വരയിൽ അതൊക്കെ മറന്നു കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് ഈ മിക്സ്ചർ ഉണ്ടാക്കി തരുന്ന ചേച്ചിയുടെ ഫേസ് എന്തിനാ ബ്ലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആളുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ആളുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ. നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളല്ലേ. അപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ ഇങ്ങനെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ ആളുടെ ഫേസ് വരുന്നില്ല. അപ്പോൾ വെറുതെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലർ ചെയ്തത്. പക്ഷെ ആള് പൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി കുക്കാണ്, നല്ല തമാശക്കാരിയാണ്, നല്ല രീതിയിൽ നമുക്ക് മുടിയൊക്കെ മസാജ് ചെയ്ത് തരും. ആളിവിടെ ചെയ്യണമെങ്കിലും അമ്മൂമ്മ അവിടുന്ന് എന്തൊക്കെയോ പറയുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പണ്ട് അതുണ്ടാക്കും ഇതുണ്ടാക്കും, നീ അച്ചപ്പം ഉണ്ടാക്കോ കുഴലപ്പം ഉണ്ടാക്കോ അങ്ങനെ എന്തൊക്കെയോ ചോദിക്കണ്ടായിരുന്നു. അമ്മൂമ്മ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, അത് വേറെ കാര്യം, ആള് കന്നഡയിലുണ്ടോ. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലും ആൾ എന്ത് പറയോ, കുറച്ചുണ്ടാക്കും പിന്നെ അങ്ങോട്ട് പോയി നിന്ന് അമ്മൂമ്മയോട് സംസാരിക്കും, വീണ്ടും തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, കടലമാവും അരിപ്പൊടിയും, അത് വെച്ചിട്ട് ആദ്യം നമ്മൾ കുറച്ച് ബൂന്തി ഉണ്ടാക്കി, കുറച്ച് മിക്സറും ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ കറിവേപ്പില, കാഷ്യൂനട്ട്, റേസിൻസ്, പൊരികടല, അവിൽ ഇതൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോഴാണല്ലോ നമുക്ക് മിക്സർ ആവുക. അപ്പോൾ ആദ്യം നമ്മൾ മിക്സർ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബൂന്തിയാണ്. ബൂന്തിക്ക് ആ മാവിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ആദ്യം ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി ഏതോ ഒരു സ്പൂണാണ് എടുത്തത്. അപ്പോൾ അമ്മ പറഞ്ഞു അത് വേണ്ട, ഈ പ്ലേറ്റ് എടുത്തോളാം, കാരണം ഇതിൽ കുറേ ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കിട്ടും. അങ്ങനെ ചേച്ചി അതിലിട്ട് കറക്കിയിട്ടൊക്കെ പക്ഷെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല ക്രിസ്പാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, മിക്സറും ബൂന്തി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വറക്കുന്നത് പീനട്ട്സ് ആണ് കേട്ടോ, നമ്മുടെ കടലയാണ്. ഇതെല്ലാം വളരെ ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ് കേട്ടോ. ആകെ നമുക്ക് മിക്സറും ആ ഒരു ബൂന്തി ഉണ്ടാക്കുന്നതാണ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പം നമ്മൾ കടലയ്ക്ക് ശേഷം ഇപ്പോൾ പൊരികടല വറുത്തോണ്ടിരിക്കുകയാണ്. പൊരികടലയ്ക്ക് ശേഷം നമ്മൾ നെക്സ്റ്റ് വറക്കുന്നത് കാഷ്യൂനട്ട്സ് ആണ് കേട്ടോ. എഗെയിൻ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സസ് ആണ്. ഈ കാഷ്യൂനട്ടും റേസിൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എപ്പോഴും ഒന്നും ഇത് കിട്ടാറില്ല, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ റേസിൻസ് ഒക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ കോൺഫ്ലേക്സും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും വറുത്തിടുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ അവിലും വറുത്തിട്ടു. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് മിക്സിങ് കേട്ടോ. എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിടുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചൂട് കർണാടക സ്പെഷ്യൽ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു സജഷൻ കൂടെ പറയാം, ഇതിൽ വെളുത്തുള്ളി തൊലി കളയാണ്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഈ മിക്സ്ചർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.